നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സുരേഷ് ഗോപി അപമാനിച്ച കൊച്ചുവേലായുധനെ ചേർത്ത് പിടിച്ച CPIM. വീട് നിർമ്മാണം തുടങ്ങി. എല്ലാ വീടുകളും വയോജന മുറി. തെരുവ് നായകൾക്ക് റീഹാബിലിറ്റേഷൻ സെന്റർ. വേറിട്ട ആശയങ്ങളുമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന സദസ്സ്. ഓപ്പൺ ഫോറം. KJ ഷൈനിനെതിരായ അധിക്ഷേപം. പറവൂരിലെ കോൺഗ്രസ് നേതാവിന്റെയും ഷാജഹാന്റെയും വീട്ടിൽ പരിശോധന. കണ്ണൂർ എയർപോർട്ട് ലിങ്ക് റോഡിന് ഭൂമി ഏറ്റെടുക്കൽ. 73 കോടി അനുവദിച്ചു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. CPM നേതാവ് KJ ഷൈനിനെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ പ്രചരണം നടത്തിയ പറവൂർ പ്രാദേശിക നേതാവ് CK ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ പ്രത്യേക അന്വേഷക സംഘം പിടിച്ചെടുത്തു. ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയെ തുടർന്നായിരുന്നു നടപടി. ഈ ഫോണിൽ നിന്നാണോ ഷൈനിനെതിരായ പോസ്റ്റ് ഇട്ടതെന്ന് പരിശോധിക്കും. സൈബർ ഫോറൻസിക് സംഘത്തിന് ഫോൺ കൈമാറും. ഗോപാലകൃഷ്ണനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടു. വീട്ടിൽ നോട്ടീസ് നൽകി. കേസെടുത്തതിന് പിന്നാലെ പ്രതികളായ ഗോപാലകൃഷ്ണനും യൂട്യൂബർ KM ഷാജഹാനും ഒളിവിലാണ്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി. കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് പുറമെ IT ആക്ട് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉടമ യാസറിനെയും പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷക സംഘം. വ്യാജ അധിക്ഷേപകരമായി പ്രചാരണം നടത്തിയ 100-ലധികം പ്രൊഫൈലുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അധിക്ഷേപ പോസ്റ്ററുകളിലെ വിവരങ്ങൾ തേടി എറണാകുളം റൂറൽ സൈബർ പോലീസ് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റക്ക് കത്ത് നൽകിയിരുന്നു. KJ ഷൈനിനെതിരായ അപകീർത്തികരമായ പരാമർശങ്ങളെ തുടർന്ന് മാധ്യമപ്രവർത്തകൻ KM ഷാജഹാന്റെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. ഷാജഹാന്റെ തിരുവനന്തപുരം ഉള്ളൂരിലെ വീട്ടിലെത്തിയാണ് പോലീസ് പരിശോധന നടത്തിയത്. എറണാകുളം റൂറൽ സൈബർ ടീമും പറവൂർ പോലീസും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. രാത്രി 9 മണിയോടെയാണ് സംഘം പരിശോധനയ്ക്കായി വീട്ടിലെത്തിയത്. എന്നാൽ ഷാജഹാൻ വീട്ടിൽ ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല. ലൈഫ് മിഷൻ വീടുകളുടെ താക്കോൽദാനം നടത്തി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്തൃ സംഗമവും പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ കരാറിലേർപ്പെട്ട 273 ഭവനരഹിതരിൽ 243 പേരുടെ ഭവനങ്ങളാണ് മിഷൻ പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. ശേഷിക്കുന്ന ഭവനങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പഞ്ചായത്തിലെ ഭൂമിയുള്ള അർഹരായ ഭൂരഹിതർ മുഴുവൻ പേരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂരഹിതരായ 31 ഗുണഭോക്താക്കളിൽ കരാറിലേർപ്പെട്ട 9 പേർക്ക് ഭൂമി ലഭ്യമാക്കുകയും 4 പേർ നിലവിൽ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ശേഷിക്കുന്നവർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ നടന്നു വരികയാണ്. പദ്ധതികൾക്കായി ഇതുവരെ 11,04,90,552 രൂപയാണ് ചെലവിട്ടിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി TA മധുസൂദൻ MLA അധ്യക്ഷനായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല മുഖ്യാതിഥിയായി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ KR ചന്ദ്രകാന്ത്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TK രാജൻ മാസ്റ്റർ, K സരിത, കരുണാകരൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP രമേശൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MP ദാമോദരൻ, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ AP വിനോദ് കുമാർ, ഗ്രാമപഞ്ചായത്ത് VO സനൂപ്, സെക്രട്ടറി ഇൻചാർജ് CMK അബ്ദുറഹിമാൻ, CDS ചെയർപേഴ്സൺ ആലിസ് ജോയി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വീട് നിർമ്മാണത്തിന് സഹായം തേടിയെത്തിയപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ചുവിട്ട ചായൂർ പഞ്ചായത്തിലെ പുള്ളു സ്വദേശി തായാട്ട് കൊച്ചുവേലായുധനെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ച CPIM. ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന കൊച്ചുവേലായുധന് CPIM നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തറക്കല്ലിട്ടു. ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഹങ്കാരം നിറഞ്ഞ പ്രവൃത്തിക്കെതിരായ സർഗാത്മക പ്രതികരണം എന്ന നിലയിലാണ് CPIM വീട് നിർമ്മാണം ഏറ്റെടുത്തതെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും വരാന്തയും ഉൾപ്പെടെ 600 ചതുരശ്ര അടിയിലുള്ള വീടാണ് നിർമ്മിക്കുന്നത്. കൊച്ചുവേലായുധന്റെ വീടിന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തറക്കല്ലിട്ടു.
ചേർപ്പ് പുളിങ്കൽ കല്ലുങ്കിന് വികസന സംവാദം സംഘടിപ്പിച്ചോയാണ് കൊച്ചുവേലായുധനെ സുരേഷ് ഗോപി അപമാനിച്ചെന്ന് അപേക്ഷയുമായെത്തിയ 80 കഴിഞ്ഞ വയോധികനോട് ഇതൊന്നും എന്റെ പണിയല്ല എന്ന് പറഞ്ഞ് അപേക്ഷ വായിച്ചു പോലും നോക്കാതെ സുരേഷ് ഗോപി മടക്കി നൽകുകയായിരുന്നു. BJP ഭരിക്കുന്ന അവനിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണോ MP ഫണ്ട് നൽകുക എന്ന വോട്ടറുടെ ചോദ്യത്തിന് അതേ പറ്റുന്നുള്ളൂ ചേട്ടാ എന്നായിരുന്നു MPയുടെ മറുപടി. കോർപ്പറേഷൻ BJPയെ വിജയിപ്പിച്ചാൽ മാത്രമേ നഗരവികസനത്തിന് MP ഫണ്ടിൽ നിന്നും പണം നൽകുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതിനു പിന്നാലെ കൊച്ചുവേലായുധന്റെ വീട്ടിലെത്തിയ CPM നേതാക്കള് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകിയത്. കല്ലിടൽ ചടങ്ങിന് വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KK അനിൽ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജർ ചേർപ്പ്, ഏരിയ സെക്രട്ടറി S ദിനകരൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് KPR വർഗീസ്, ആന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, CPM കമ്മിറ്റി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KS മോഹൻദാസ്, സെബി ജോസഫ്, VR ബിജു, ചായുല ലോക്കൽ സെക്രട്ടറി K ഗോപി, ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KS എന്നിവർ സംസാരിച്ചു. വിലാതറ ചന്തപുരം മാതമംഗലം റോഡ് പ്രവൃത്തി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നല്ല റോഡും പാലവും ഉണ്ടെങ്കിൽ നാട്ടിൽ വികസനം സാധ്യമാകുമെന്നും നാടിന്റെ വികസനത്തിന് പശ്ചാത്തല വികസനം അനിവാര്യമാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലയോര മേഖലയിലേക്കുള്ള പ്രധാന പാതയായ ചെറുതായം കുറ്റൂർ പെരിങ്ങോം റോഡിന്റെ ഭാഗമായ പിലാത്തറ മുതൽ ചന്തപുരം വരെയുള്ള റോഡ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാജ്യത്ത് നിലവിലുള്ള ആധുനിക റോഡ് നിർമ്മാണ രീതിയായ BMNB നിലവാരത്തിൽ കൃത്യമായ ഡ്രെയിനേജുകളോട് കൂടിയാണ് റോഡ് നിർമ്മിക്കുന്നതെന്നും NH വികസനത്തോടെ ഇല്ലാതായ പിലാത്തറ ടൗൺ നവീകരിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. കൈതപ്പുറം ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ M വിജിൻ MLA അധ്യക്ഷത വഹിക്കുകയും ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന് ചാൽ ബീച്ചിൽ തുടക്കമായി. കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യബന്ധനത്തിന്റെ സംരക്ഷണവും തീരദേശ സൗന്ദര്യവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന് പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി. കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ DTPC ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി പരിസ്ഥിതി സൗഹൃദമായ ഇടപെടലുകളിലൂടെ രാജ്യാന്തര അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് പദവി നേടിയ അഴീക്കൽ പഞ്ചായത്തിന്റെ ചാൽ ബീച്ചിൽ മെഗാ ശുചീകരണം നടത്തി. അസിസ്റ്റന്റ് കളക്ടർ ഏദ മുസഫർ ഉദ്ഘാടനം ചെയ്തു. തീരദേശത്ത് വർദ്ധിച്ചു വരുന്ന മലിനീകരണത്തെക്കുറിച്ച് അവബോധം വളർത്തുക, പരിസ്ഥിതിയുടെ പരിപാലനം ജനങ്ങളിലെത്തിക്കുക, പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലയിലെ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ചാൽ ബീച്ചിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ നടത്തിയത്. ഒറ്റത്തവണയായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനെതിരെ പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സമാഹരണവും നടത്തി. തുടർന്ന് മലിനീകരണ ബോധവൽക്കരണ പ്രതിജ്ഞ ചൊല്ലി. അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയ ഓഫീസർ സൗരഭ് കുമാർ മൗര്യ മുഖ്യ അതിഥിയായി. DTPC സെക്രട്ടറി PK സുരാജ്, മനോജ് PR, ശരത് കുമാർ, കൃഷ്ണമേനോൻ, വനിതാ കോളേജ് NSS കോർഡിനേറ്റർ KP നിതീഷ്, അഴീക്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SIമാരായ മനോജ് കുമാർ, രാജു പോത്തൻ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കോർഡിനേറ്റർമാരായ P രമേശൻ, PV ഹരീന്ദ്രൻ, നിർമ്മലഗിരി കോളേജ് NCD കോർഡിനേറ്റർ രേഷ്മ ടോം തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് മണ്ഡലത്തിൽ 3 സ്കൂൾ ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ 3 സ്കൂളുകൾക്ക് KV സുമേഷ് MLAയുടെ ആസ്തി വികസന നിധിയിൽ നിന്നും അനുവദിച്ച ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളുടെ സമഗ്ര വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പ്രധാനമാണുള്ളതെന്നും അതിന് ഭാഗമായാണ് സ്കൂൾ ബസ്സുകൾ അനുവദിച്ചതെന്നും KV സുമേഷ് MLA പറഞ്ഞു. അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, പാപ്പിനിശ്ശേരി വെൽഫെയർ LP, കാട്ടാമ്പള്ളി GM UP സ്കൂളുകൾക്കാണ് ബസ്സുകൾ അനുവദിച്ചത്. ഓരോ സ്കൂൾ ബസ്സിനും 18 ലക്ഷം രൂപ വീതം ആകെ 54 ലക്ഷം രൂപയാണ് നൽകിയത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് മത്സരങ്ങൾക്ക് കണ്ണൂരിൽ തുടക്കമായി. 67ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ കണ്ണൂർ GVHS സ്കൂളിൽ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കായിക രംഗത്ത് കേരളം മികച്ച പ്രതിഭകളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് സുരേഷ് ബാബു എളയാവൂർ പറഞ്ഞു.
കണ്ണൂർ ഡയർ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു. വിവിധ ഭാഗങ്ങളിലായി മത്സരങ്ങളാണ് GVHSSൽ നടക്കുന്നത്. കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുകയാണ്. കണ്ണൂരിലെ വിവിധ വേദികളിലായി സെപ്റ്റംബർ 27 വരെ ഗെയിംസ് മത്സരങ്ങൾ തുടരും. കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷൈനി, കണ്ണൂർ DA വിനോദ് കുമാർ, AD VGC കണ്ണൂർ PR ഉദയകുമാരി, കണ്ണൂർ DPO SSK EC വിനോദ്, വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ K സുധീർ, കണ്ണൂർ DO V ദീപ, GVHS പ്രധാന അധ്യാപിക K ജ്യോതി, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ KP മനോജ് കുമാർ, കേരള തൈക്കോണ്ടോ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി V രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. എയർപോർട്ട് ലിങ്ക് റോഡിന് ഭൂമി ഏറ്റെടുക്കൽ 73 കോടി അനുവദിച്ചു. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ ചെറുകള, ബാവുപ്പറമ്പ്, മയ്യിൽ, കൊട്ടോളം, മട്ടന്നൂർ എയർപോർട്ട് ലിങ്ക് റോഡിനായി ഭൂമി ഏറ്റെടുക്കലിന് 73.5 കോടി രൂപ കിഫ്ബി അനുവദിച്ചു. കിഫ്ബി ഉന്നത ഉദ്യോഗസ്ഥരുമായി MV ഗോവിന്ദൻ മാസ്റ്റർ MLA നടത്തിയ ചർച്ചയെ തുടർന്നാണ് തുക അനുവദിച്ചത്. 1600 ഭൂവുടമകളുടെ എയർ ഹെക്ടർ ഭൂമിയാണ് റോഡ് വികസനത്തിന് ഏറ്റെടുക്കേണ്ടി വരിക. ഇതിന്റെ ഭാഗമായി 10 വിജ്ഞാപന അടുത്ത ദിവസം പുറത്തിറങ്ങും. ജില്ലാ കളക്ടർ വിജ്ഞാപനം ഇറക്കുന്നതോടെ സ്ഥലത്തിന്റെ രേഖകൾ പരിശോധിച്ച് പണം ഭൂവുടമകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകാൻ കഴിയും. ഇതോടൊപ്പം റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ 231 കോടി രൂപ അനുവദിക്കാനുള്ള നടപടിയും അന്തിമഘട്ടത്തിലാണ്. ഇർനാവ് കോഴി ഫാം ഇന്റർലോക്ക് റോഡ് ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിലെ ഇർനാവ് കോഴി ഫാം ഇന്റർലോക്ക് റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി 8.25 ലക്ഷം രൂപ ചെലവിലാണ് 200 മീറ്റർ നീളത്തിൽ ഇന്റർലോക്ക് നിർമ്മിച്ചത്. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TT ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T വിമല, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K പ്രീത, രേഷ്മ രാഗൻ, വാർഡംഗം CP പ്രകാശൻ, M ബാലകൃഷ്ണൻ, T ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കോറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ക്ലബ്ബ് ഉദ്ഘാടനം കൈരളി TV സീനിയർ എഡിറ്റർ CVP കുട്ടൻ നിർവഹിച്ചു. പ്രിൻസിപ്പൽ CKP അനുകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് CMV അനൂപ് രാമകൃഷ്ണൻ, CP പ്രദീപ്, ശ്രീമതി TV അനിത എന്നിവർ ആശംസകൾ അറിയിച്ചു. CMM ആനന്ദൻ സ്വാഗതവും കുമാരി M അശ്വതി കൃഷ്ണ നന്ദിയും അറിയിച്ചു.